ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് വണ്ടർലാൻഡ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ ചിറ്റായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഗ്ലാസ് ബൗളിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൻ്റെ ആൻസേഴ്സ് ആയിരിക്കും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്ന് കുറച്ച് ഫണ്ണായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ അമ്മ എഴുതിക്കുന്നതെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഇത് എടുക്കുകയാണ്. വീട്ടിൽ ചെയ്യുന്ന ജോലികൾ. ഇത് ഭയങ്കര റാൻഡം ആയിട്ടാണ് അമ്മ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. അപ്പം മെയിനായിട്ട് എന്ന് പറയാനൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമിലൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാം ചെയ്യാൻ അറിയാം. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമിൽ ഞാൻ ചിലപ്പോഴൊക്കെ പാത്രം കഴുകാറുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ വാഷിംഗ് മെഷീനിലല്ല എന്നാണ് നമ്മൾ തുണി കഴുകുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ അതിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ തൂക്കാറുണ്ട്. പിന്നെ സമയമൊക്കെ കിട്ടുമ്പോഴൊക്കെ സൺഡേസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോഴൊക്കെ തുടയ്ക്കാറുണ്ട്. വീട്ടിൽ ഉള്ള ജോലികളൊക്കെ പൊടിയൊക്കെ തട്ട് അതെല്ലാം ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, സ്കൂൾ ചേഞ്ച് ഡിഫറൻസ് എന്ന് വെച്ചാൽ അത് എനിക്ക് ഒന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഞാനിങ്ങനെ സ്കൂൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ എന്താണ് ഡിഫറൻസ് അങ്ങനെയാണ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കോയേജ് സ്കൂളായിരുന്നു. എന്ന് വെച്ചാൽ ബോയ്സ് ആൻഡ് ഗേൾസ് മിക്സ്. ഇതിപ്പോൾ ഗേൾസ് സ്കൂളാണ്. അതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ കോൺവെന്റ് സ്കൂളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ ഡിഫറൻസസ് ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ വൈസ് നോക്കിയാലും ഇത് കുറച്ചും കൂടെ പഠിത്തം ഇത്തിരി ബെറ്റർ ആണ്. അതായിരിക്കും മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. വേറെ ആയിട്ട് പ്രത്യേകിച്ചൊന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്മിങ് ബർത്ത്ഡേ എങ്ങനെ ആയിരിക്കണം, എന്താണ് ആഗ്രഹം? അപ്പം ആഗ്രഹം എന്ന് പറയാൻ ഇപ്പം അച്ഛൻ വെസ്റ്റ് ബംഗാളിലാണല്ലോ. അപ്പം ആഗ്രഹം എന്ന് പറയാൻ എൻ്റെ നെക്സ്റ്റ് ബർത്ത്ഡേ 13th ബർത്ത്ഡേ ആണ്. അപ്പം ഫെബ്രുവരി 19 എൻ്റെ ബർത്ത്ഡേ. അപ്പം നെക്സ്റ്റ് മന്ത്. അപ്പം ആഗ്രഹം എന്ന് പറഞ്ഞാൽ അച്ഛൻ വരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഇപ്പോഴും വരാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഡിസംബറിൻ്റെ എൻഡിലാണ് അച്ഛൻ പോയത് തന്നെ, ഇങ്ങനെ ഒരു ലീവ് കഴിഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് എന്നെ ലീവ് കിട്ടില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം അച്ഛന് അങ്ങനെ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അതാണ് ആഗ്രഹം. പിന്നെ 13th ബർത്ത്ഡേ ആണ് ആയതുകൊണ്ട് പിന്നെ ടീനേജർ ആവില്ല. അതുകൊണ്ട് ടീനേജർ എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ പോകുന്നുണ്ട്. ഇത്തിരി ഇതായിട്ട് ആഘോഷിക്കണം. അല്ലാതെ വേറൊന്നും അങ്ങനെയായിട്ട് സ്പെഷ്യലായിട്ട് ആഗ്രഹിക്കാനൊന്നും അങ്ങനെയൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അച്ഛനെയാണോ അമ്മയാണോ ഏറ്റവും ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരാൾ ഇങ്ങനെയായിട്ട് ചോദിച്ചാൽ എനിക്ക് ഓഫ്കോഴ്സ് എനിക്ക് 2 പാരൻസിനെ നല്ല ഇഷ്ടമാണ്. എന്നാലും അങ്ങനെയായിട്ട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് അച്ഛനെന്നാണ്. എന്നുവെച്ചാൽ എന്തോ അത് മിക്ക ഡോട്ടേഴ്സിനും ഒക്കെ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സൂപ്പർ ഹീറോ ആ ഒരു ഇതാണ്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പം അമ്മയൊക്കെ വഴക്ക് പറഞ്ഞാൽ തന്നെ അച്ഛൻ എപ്പോഴും എൻ്റെ എന്തോ ഒരു സപ്പോർട്ട് നിൽക്കും അങ്ങനെയാണ്. പിന്നെ അങ്ങനെ ഒരു വലിയ കാര്യം വരുമ്പോഴായിരിക്കും അച്ഛൻ ഇത്തിരി വല്ലതും പറയുന്നത് തന്നെ. അങ്ങനെ അല്ലാതെ ഭയങ്കരമായിട്ട് വഴക്ക് പറയാം അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഭയങ്കര സ്വീറ്റായിട്ട് അങ്ങനെ ഒരു ഇതാണ്. പിന്നെ എന്താ ഭയങ്കര അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഭയങ്കര ഒരു അച്ഛൻകുട്ടി ടൈപ്പാണ് ഞാൻ. പിന്നെ അപ്പം എനിക്ക് അങ്ങനെ ചോദിച്ചാൽ അച്ഛനെന്നായിരിക്കും ഞാൻ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിന്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്. അപ്പം ഇതിൽ 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് എഴുതിക്കുന്നത്. ആദ്യത്തെ എൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, പിന്നെ അമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, പിന്നെ ഏറ്റവും ആദ്യം എൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ്. എൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നെഗറ്റീവ് പറയാം. നെഗറ്റീവ്സ് എന്ന് പറയാൻ അങ്ങനെയായിട്ട് നെഗറ്റീവ് എന്ന് പറയാൻ അങ്ങനെ വേറൊന്നുമില്ല. പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം പ്രൊക്രാസ്റ്റിനേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനം. പ്രൊക്രാസ്റ്റിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാതെ ഭയങ്കര നീട്ടി വെക്കുന്ന ഒരു സ്വഭാവം. എന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഒരു കാര്യം എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കുറേ നീട്ടി വെച്ച് പിന്നെ ചെയ്യാം അങ്ങനെ പറഞ്ഞിരിക്കാറുണ്ട്. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുതിക്കാൻ ഭയങ്കര മടിയായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക്
ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ എന്നെ 100 പ്രാവശ്യം വിളിക്കുന്നത് അങ്ങനത്തെ ഒരാളാണ്. എന്ന് വെച്ചാൽ ഭയങ്കര മടിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതായിരിക്കും നെഗറ്റീവ്. പിന്നെ പോസിറ്റീവിലെന്ന് പറഞ്ഞാൽ നല്ല കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ആയാലും പറയുന്നതാണ് നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന്. പിന്നെ എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത് ഇഷ്ടമില്ല. അത് എന്ന് വെച്ചാൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് വേറൊരാളുടെ അടുത്ത് അങ്ങനെ അയാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായാലും, പിന്നെ ഒരാളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക അത് കേട്ടോണ്ടിരിക്കുന്നതായാലും ആ ഒരു പരിപാടിയില്ല. പിന്നെ എൻ്റെ അറൗണ്ട് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ നല്ലോണം ഹാപ്പി ആക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെന്താ ഇങ്ങനെ ഇപ്പം ഒരാൾ എൻ്റെ അടുത്തൊരു പ്രശ്നം പറയണേ, എസ്പെഷ്യലി എൻ്റെ ഫ്രണ്ടോ അങ്ങനെ വല്ലതും ആണെങ്കിൽ ഞാൻ നല്ല ട്രൈ ചെയ്യാറുണ്ട് ഒരു സൊല്യൂഷൻ എനിക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ. അതായിരിക്കും നല്ല ക്വാളിറ്റീസ്. പിന്നെ ഇതൊക്കെ വേറെയൊക്കെ ഉണ്ടല്ലോ. നെക്സ്റ്റ്, കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ്. അപ്പോൾ കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ടു ബി ഓണസ്റ്റ് എല്ലാം കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല ഇപ്പം ഇതുണ്ടാക്കിയാൽ ഞാൻ കഴിക്കത്തില്ല അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ ഇപ്പം ചോറ് ചപ്പാത്തി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പറയും എനിക്ക് ചപ്പാത്തിയൊക്കെ നല്ല ഇഷ്ടമാണ്. ചപ്പാത്തി എന്ന് വെച്ചാൽ അതെനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. നോക്കിയാൽ എനിക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് കൂടുതലും ഇഷ്ടവും എന്ന് വെച്ചാൽ അങ്ങനെ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ്, ഫ്രൂട്ട്സ് ഒക്കെ എന്നും ഒരു ഫ്രൂട്ടായിട്ട് രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആഹാരമല്ല, അതിൽ നല്ല ഹെൽത്തി ആയിട്ട് ഹോം മെയ്ഡ് ഫുഡൊക്കെയാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഫ്രണ്ടിനെ ചൂസ് ചെയ്യുന്നതിൽ ഉള്ള ക്വാളിറ്റീസ്. അങ്ങനെ ഒരാളെ ടു ബി ഓണസ്റ്റ് ഞാൻ നോക്കിയിട്ടുള്ളതിൽ എൻ്റെ ഒരു ക്യാരക്ടർ മാച്ച് ആവുന്നതും എനിക്കൊന്ന് മിക്കവർക്കും അങ്ങനെയാണെന്ന്. എൻ്റെ ക്യാരക്ടറൊക്കെ മാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ പെട്ടെന്നൊക്കെ മിങ്കിളായിരിക്കും. ഞാൻ പിന്നെ കുറേ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരാളെ കിട്ടിയാൽ ഐ ആം ഹാപ്പി. അടുത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു കാര്യമായാലും അതിന് എത്ര സൊല്യൂഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും ഞാൻ ചെയ്തു കൊടുക്കണം. അപ്പം ആ ഒരു പ്രയോറിറ്റി എനിക്കും കൂടെ കിട്ടണമെന്ന് ആ ഒരു ഇതുള്ള ഒരാളാണ്. അപ്പം എന്നെക്കുറിച്ചൊരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ അത് എൻ്റെ അടുത്ത് തന്നെ വന്ന് പറയണമെന്നൊരു ഇതുണ്ട്. അല്ലെങ്കിൽ മറ്റൊരാളടുത്ത് ചെന്ന് അവൾ ഇങ്ങനെയാണെന്ന് പറയാതിരിക്കണം, അതൊരിതുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ ബാക്കിൽ ചെന്ന് അങ്ങനെ പറയല് അങ്ങനെ വല്ലതും കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറയണം. അങ്ങനത്തെ ചില കാര്യങ്ങളുള്ളൂ, അല്ലാതെ വേറെ ആയിട്ട് ക്വാളിറ്റീസ് ഒന്നും ആയിട്ട് അങ്ങനെ. ഇത്രയും നാൾ വീഡിയോ ഇടാത്ത കാരണം ടു ബി ഓണസ്റ്റ് അങ്ങനെ റീസൺസ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഗെസ് ലേസിനെസ് ആയിരിക്കും, കുറച്ച് മടിയുള്ള ഇതായിരുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം അറൗണ്ട് ഏപ്രിൽ 10th or 9th അമ്മ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം ഇപ്പം അമ്മയ്ക്കും ടൈം കുറവാണ്. അപ്പം എനിക്ക് ഇത്തിരി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടാൻ അത് ഇത്തിരി ഒരു പ്രോസസ്സാണല്ലോ നമുക്ക്. അപ്പം അതിനൊന്നും അത്രയ്ക്ക് നമുക്ക് ടൈമും കിട്ടില്ല. പിന്നെ ഇപ്രാവശ്യമാണ് ഞാൻ 2023 ഞാൻ സ്കൂളും മാറിയത്. അപ്പം ഈ വർഷം ഞാൻ സ്കൂള് മാറിയത്. അപ്പം അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ. പിന്നെ എനിക്ക് നെക്സ്റ്റ് മന്ത് എക്സാംസ് ആണ് ഫെബ്രുവരിക്ക്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. അല്ലാതെ മെയിനായിട്ട് റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്മയുടെ ആ ഒരു ബിസിനസ്സിൻ്റെ കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ടൈം വേണമല്ലോ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഫുൾ അപ്ലോഡ് ചെയ്തൊക്കെ ഇടാൻ. അപ്പം അതാണ് ഒരു റീസൺ, അല്ലാതെ വേറൊരു റീസൺ. നെക്സ്റ്റ്, ഇഷ്ടമുള്ള സോഷ്യൽ മീഡിയ ഇറ്റ് വുഡ് ബി യൂട്യൂബ്. ബിക്കോസ് യൂട്യൂബിൽ ഇല്ലാത്ത വേറൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ ഐ ഗെസ് യൂട്യൂബ് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് 2-3 ഉള്ളൂ എന്ന് തോന്നുന്നു. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ വേറെ ആരൊന്നുമില്ല. അങ്ങനെ അപ്പം എൻ്റെ പേര് ദിയാറ്റി അജിത്ത്. പിന്നെ എൻ്റെ അമ്മയുടെ പേര് തുഷാര എം ജെ. പിന്നെ അച്ഛൻ്റെ പേര് അജിത്ത്. പിന്നെ ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഡൽഹി സെറ്റിൽഡ് ആണ്. പിന്നെ ഡൽഹിയിലാണ് നമ്മളിപ്പം. പിന്നെ വേറെ എൻ്റെ ഹോബീസ് എന്നൊക്കെ പറയാൻ വേണ്ടി
എന്താ ഡാൻസ് ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ ഡാൻസർ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള ടൈമിലൊക്കെ ഡാൻസ് ചെയ്യും. അതൊക്കെയാണ് ഹോബീസ്. പിന്നെ റീഡിങ്, പിന്നെ റുബിക്സ് ക്യൂബൊക്കെ സോൾവ് ചെയ്യും. പിന്നെ ഇതും ഒരു ഹോബിയാണ് എന്ന് വെച്ചാൽ യൂട്യൂബ് അതൊരു ഹോബിയല്ല എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അത് ഒരിതായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പിന്നെ എന്താ അച്ഛൻ BSFലാണ് വർക്ക് ചെയ്യുന്നത്, അമ്മ ഒരു ബിസിനസ് ആയിട്ടാണ് പോകുന്നത്. അതാണ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ പഠിക്കുന്നത് ഹോളി ചൈൽഡ് ഓക്സിലിയം സ്കൂളിലാണ്, കോൺവെന്റ് സ്കൂളിലാണ്. അപ്പം അതായിരിക്കും എൻ്റെ ആയിട്ടുള്ളൊരു ഇത്. പിന്നെ എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്. ദാറ്റ്സ് ഓൾ ഐ ഗെസ്. പിന്നെ നെക്സ്റ്റ്, ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഫ്രീ ടൈമിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഇത് മെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി നേരമ്പോൾ ഓഫ് കോഴ്സ് നമ്മളെല്ലാം ഭയങ്കര ഒരു റഷ് ആയിട്ടുള്ള ഒരു ലൈഫിലാണ് എല്ലാവരും. അപ്പം ഇത്തിരി നേരം എനിക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ കിട്ടിയാൽ അത് ഒരിതാണ്. എന്ന് വെച്ചാൽ ഇത്തിരി ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് റെസ്റ്റ് എടുക്കാനാണ്. പിന്നെന്താ കുറേ അമ്മയടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ കുക്കിംഗ് ചെയ്യാൻ എനിക്ക് കുറേ ഡിഷസ് ഒക്കെ കുക്ക് ചെയ്യാൻ അറിയാം. അപ്പോൾ എനിക്ക് എൻ്റെ കുക്കിംഗ് പ്രത്യേകിച്ച് എന്തോ അത് എനിക്കിഷ്ടമാണ്. ഞാൻ ചുമ്മാ തന്നെ ഉണ്ടാക്കി എന്നെ തന്നെ അങ്ങ് ഫീഡ് ചെയ്തിരിക്കണം, അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെയായിട്ട് ഫ്രീ ടൈമിൽ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ TV കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോഴും തോന്നും ഇങ്ങനെ ഇത്തിരിയൊക്കെ ക്ലീനൊക്കെ ചെയ്യാൻ. അതൊക്കെ ഉള്ളു, വേറെ അങ്ങനെയായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ, നല്ല വലിയ ക്വസ്റ്റ്യനാണ്. അമ്മയുടെയും അച്ഛൻ്റെയും 2 നല്ല ക്വാളിറ്റീസ് ആൻഡ് ചീത്ത ക്വാളിറ്റീസ്. ഓ ഗോഡ്, കുറെ പറയാനുണ്ട്. അമ്മയുടെയും അച്ഛൻ്റെയും, നമുക്ക് ആദ്യം അമ്മയുടെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് അമ്മയുടെ ആദ്യം നെഗറ്റീവും പോസിറ്റീവ്. അപ്പോൾ ആദ്യം നമുക്ക് നെഗറ്റീവ് പറയാം, അപ്പം നമ്മൾ പോസിറ്റീവിൽ പോകും, പിന്നെ ആകുമ്പോൾ നമുക്ക് സന്തോഷമാവും. അപ്പം നെഗറ്റീവ് എന്ന് പറയാൻ ഇത്തിരി ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് കൂളാവുകയും ചെയ്യാം, പെട്ടെന്ന് അമ്മയ്ക്ക് ദേഷ്യവും വരും. എന്ന് വെച്ചാൽ കുഞ്ഞു കാര്യത്തിൽ പോലും അമ്മയ്ക്ക് പെട്ടെന്നൊക്കെ ദേഷ്യം വരും. അങ്ങനത്തെ പെട്ടെന്നൊക്കെ ലൗഡ് ആവുകയും ചെയ്യും. അതാണ് ഒരു ഇതെന്ന് പറഞ്ഞാൽ. പിന്നെന്താ ഇച്ചിരി മെസ്സി ആയിട്ടുള്ള ഒരാളാണ്. അത് ഞാൻ ഒരിതായിട്ടാണ്, ഞാനും അങ്ങനെയാണ്. അതുകൊണ്ട് ഇത്തിരി എന്ന് വെച്ചാൽ ഭയങ്കര ക്ലീൻലിനെസ് നോക്കി അങ്ങനെയല്ല, ഇത്തിരി മെസ്സി ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഫങ്ഷൻസും ഇങ്ങനെ എന്ന് വെച്ചാൽ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഫങ്ഷൻസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് എൻ്റെ അമ്മ പങ്കെടുക്കാറുണ്ട്, പോകാറുണ്ട്. പിന്നെ അങ്ങനത്തെ അല്ല, ഇപ്പം നമ്മൾ ഓണം സെലിബ്രേഷൻ അതിനൊക്കെ ഇങ്ങനെയായിട്ട് നടത്താറില്ലേ ഇവിടെയൊക്കെ. അങ്ങനെ അതിനൊന്നും പങ്കെടുക്കാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളാണ്. ഇപ്പം ട്രാവലും അങ്ങനെ ടൂറിനൊക്കെ പോകാൻ ഭയങ്കര മടിയായിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ 2 പാരൻസും അങ്ങനെയാണ്. പിന്നെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, അച്ഛൻ വെസ്റ്റ് ബംഗാളിലായുണ്ട്. എന്ന് വെച്ചാൽ അച്ഛൻ്റെ പോസ്റ്റിംഗ് അവിടെയാണ് അയക്കുന്നത്. അപ്പം എന്നാലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, അമ്മയുടെ ബിസിനസ് ആയാലും എൻ്റെ ഓരോരോ കാര്യങ്ങളായാലും എൻ്റെ സ്കൂളിൻ്റെ കാര്യങ്ങളായാലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും, വീട്ടിലെ ഷോപ്പിംഗ് ആയാലും എൻ്റെ സ്കൂളിൻ്റെ ഓരോരോ PTM അങ്ങനെ എന്തായാലും അതിൽ എല്ലാം A to Z ഈ വീട്ടിൻ്റെ കാര്യം നോക്കുന്ന അമ്മയാണ്. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല ഇൻഡിപെൻഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അതൊക്കെ. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ദിവസം അച്ഛൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് UP പോയായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ എന്തോ ഡ്യൂട്ടിക്ക് വേണ്ടി ഒരു 2-3 ദിവസം ഉണ്ടായിരുന്നു. ഉടനെ എന്ന് വെച്ചാൽ അപ്പോഴ് നമുക്ക് ഇത്തിരി അച്ഛനെ കാണാൻ പറ്റുന്ന ഒരു ചാൻസ് ആയിരുന്നു. എക്സ്പെഷ്യലി എന്ന് വെച്ചാൽ അന്ന് February 7th അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അപ്പം നമ്മളങ്ങ് പാക്ക് ചെയ്ത് അങ്ങ് പോയി. എന്ന് വെച്ചാൽ ഒരു ചാൻസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് മിസ് ചെയ്യാറില്ല. അപ്പം അങ്ങനെ നമ്മൾ എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകും. പിന്നെ അങ്ങനെ വെസ്റ്റ് ബംഗാളിലായാലും 2-3 പ്രാവശ്യം നമ്മളങ്ങനെ പോകും. പിന്നെ ചിലപ്പോഴൊക്കെ അച്ഛന് ഇപ്പം ലീവൊക്കെ ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ചിലപ്പോഴൊക്കെ അമ്മയും ഞാനും ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് നമ്മൾ നാട്ടിൽ പോവും. അങ്ങനെ ഡിസിഷൻ മേക്കിംഗ് ഒരു ക്വാളിറ്റിയാണ് അമ്മയുടെ. എന്ന് വെച്ചാൽ ഒരു അച്ഛനോ എനിക്കൊരു വല്ലതും കാര്യം വന്നു തന്നെ അച്ഛൻ ആദ്യം അമ്മയായിട്ടാണ് വിളിച്ച് ചോദിക്കുന്നത്, ഇതിൽ എന്താ ചെയ്യാനുള്ളതെന്നൊക്കെ അമ്മയാണ് ചോദിക്കുന്നത്.
അച്ഛനാണ് അമ്മയടുത്ത് ചോദിക്കുന്നത്. അപ്പം ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ അമ്മ എടുക്കാറുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ട്. പിന്നെ എനിക്കായാലും ഒരു കാര്യം വന്നാൽ എപ്പോഴും അമ്മയടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം അമ്മയുടെ ഇതൊക്കെ തന്നെയാണ്. പിന്നെന്താ, ഇനി നമുക്ക് അച്ഛനിലോട്ട് കടക്കാം. അങ്ങനെ തന്നെ നമുക്ക് ആദ്യം നെഗറ്റീവ്, ടു ബി ഓണസ്റ്റ് അങ്ങനെ നെഗറ്റീവ് പറയാൻ രണ്ടാൾക്കും അങ്ങനെ ഒന്നുമില്ല നെഗറ്റീവ് അങ്ങനെയായിട്ട് പറയാൻ. എന്നാലും നമ്മൾ അങ്ങനെ ഇങ്ങനെയായിട്ട് കോമൺ സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്പീക്കിംഗ് എന്ന് വെച്ചാൽ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പുറത്തൊക്കെ ഉണ്ടല്ലോ, പുറത്തൊക്കെ പോകുമ്പോഴന്നെ പുറത്തല്ല ഇങ്ങനെ ആദ്യമായിട്ട് നമ്മൾ വേറൊരാളെയൊക്കെ കാണുമ്പോൾ അതൊക്കെ കുറച്ചും കൂടെ സോഷ്യലായിട്ട് സ്പീക്ക് ഒക്കെ ചെയ്യുന്ന അമ്മയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്ത് സംസാരിക്കുന്നത്, സ്പീക്ക് എന്ന് ഞാൻ പറയുന്നത് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പുറത്തത്തെ ഉള്ള ഒരു ആളൊക്കെ കാണുമ്പോൾ പെട്ടെന്നൊക്കെ മിങ്കിൾ ആവുന്നത് അമ്മയാണ്. ആദ്യമായിട്ടൊക്കെ കംഫർട്ടബിൾ ആയിട്ട് നല്ലോണം സ്പീക്കൊക്കെ ചെയ്യുന്ന ടോക്കൊക്കെ ചെയ്യുന്ന അതൊക്കെ അമ്മയാണ്. എന്നാലും 2-3 പ്രാവശ്യം ആളുടെ അടുത്ത് ഇത്തിരി കണ്ട് അതിനെയൊക്കെ ശേഷമാണ് അച്ഛൻ ഇത്തിരി സംസാരിച്ചൊക്കെ തുടങ്ങുന്നത്. അപ്പം അങ്ങനെയാണ് ആ ഒരിത്. ഷോപ്പിംഗ് അച്ഛന് അത്രയ്ക്ക് ഒരിതല്ല. എന്നുവെച്ചാൽ അമ്മയെ ഞാൻ ഷോപ്പിങ്ങിന് പോയാൽ തന്നെ അച്ഛൻ അങ്ങ് ബാക്കില് ഫോണങ്ങ് നോക്കിക്കൊണ്ടൊക്കെ അങ്ങ് നടക്കും. അങ്ങനെ എന്നുവെച്ചാൽ വരും നമ്മളെ കൂടെ, അല്ലാതെ ഭയങ്കരമായിട്ട് നമുക്കിത് വാങ്ങിക്കാം അങ്ങനെ ആ ഒരു ഇത് കാണിക്കാറില്ല എന്നുവെച്ചാൽ അങ്ങനെ. പിന്നെ നെഗറ്റീവ്സ് വേറെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കെന്തോ ഒന്നും കിട്ടുന്നില്ല. അടുത്തപ്പോൾ നമുക്ക് പോസിറ്റീവ്സ് പറയാൻ അത് എനിക്കൊരു ലിസ്റ്റ് കാണും ഇനി. എന്നാലും നമുക്ക് 2-3 പറയാം. ടു ബി ഓണസ്റ്റ് ഏറ്റവും ആദ്യം എൻ്റെ അച്ഛൻ സ്മോക്കോ ഡ്രിങ്കോ ഒന്നും ചെയ്യാറില്ല. ആൻഡ് ഞാൻ നല്ല പ്രൗഡാണ് അത്. എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു നല്ല ഒരു ഇതാണ്. എന്ന് വെച്ചാൽ സ്മോക്കോ ഡ്രിങ്കോ ഒന്നും ചെയ്യാറില്ല അത്. പിന്നെന്താ പിന്നെയുണ്ട് പിന്നെ ക്ലെൻലിനെസ് എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് സറൗണ്ടിങ്സ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് വയ്ക്കണമെന്നൊരിതാണ്. എന്ന് വെച്ചാൽ അത് അമ്മയും അച്ഛനൊക്കെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അമ്മ എത്ര വീടൊക്കെ വൃത്തിയാക്കിയാലും അച്ഛൻ ലീവിനൊക്കെ വന്ന് നോക്കുമ്പോൾ അമ്മ എത്ര വൃത്തിയാക്കിയാലും എന്തോ അച്ഛൻ ആ ഒരു ഇതെന്തോ കിട്ടത്തില്ല. ഉടനെ അമ്മ തൂത്തോണ്ടിരിക്കുമ്പോഴല്ല അതങ്ങനെയല്ല ഇങ്ങനെ തൂക്കണമെന്നുണ്ട് ഉടനെ ചൂലൊക്കെ എടുത്ത് അച്ഛൻ തൂക്കുക. അതെന്ന് വെച്ചാൽ അച്ഛൻ ചെയ്യുമ്പോൾ അതൊരു തൃപ്തിയാണ്. പിന്നെ വീടൊക്കെ എപ്പോഴും ഒതുക്കി കിടക്കുന്നത് അതൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ആ ഒരു ക്ലെൻലിനെസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളല്ല അച്ഛൻ. ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് അനോയ് ചെയ്ത് പിന്നെ കുറേയൊക്കെ ഇങ്ങനെ ആകുമ്പോഴാണ് വല്ലതും ദേഷ്യപ്പെട്ട് പറയുന്നത് തന്നെ. അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളല്ല അച്ഛൻ. പിന്നെ ഉള്ളത് അമ്മയ്ക്കും എനിക്കൊക്കെ നല്ല ഫ്രീഡം തരും. എന്ന് വെച്ചാൽ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ സ്പെഷ്യലി അമ്മയ്ക്ക് ഭയങ്കര ഫ്രീഡം കൊടുക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ നീ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ടെന്ന് അതൊന്നും പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അമ്മയടുത്ത്. എന്ന് വെച്ചാൽ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ അത് അമ്മയ്ക്ക് ചോദിക്കേണ്ട പോലും ആവശ്യമില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഫ്രീഡം കൊടുക്കുന്ന ഒരാളാണ് അച്ഛൻ. അങ്ങനെ ഇപ്പം എന്ത് ചോദിച്ചാലും അതിനെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നീ ആ ഒരു കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് അച്ഛൻ. പിന്നെ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇത്രയും ഞാൻ വീഡിയോ ഫുള്ള് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു കാര്യം വിട്ടുപോയി. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യനിലുണ്ടായിരുന്നല്ലോ എന്ന് വെച്ചാൽ എൻ്റെ ക്വാളിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അമ്മ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ. അപ്പം അത് ഞാൻ വിട്ടുപോയി പറയാൻ. അപ്പോൾ ഞാൻ പിന്നെ ചിന്തിച്ചപ്പോൾ അമ്മ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഈ 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ കുറേ പഠിച്ച ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ നോ പറയാൻ പഠിപ്പിച്ചതാണ് അമ്മ. എന്ന് വെച്ചാൽ ഒരു 4ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഒരു കാര്യം വന്നാൽ പോലും ഇങ്ങനെ അവരുടെ ഒരു ലോഡ് കുറയ്ക്കാൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇങ്ങനെ നീ അതെനിക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരുമെന്നൊക്കെ. ഞാൻ ഇങ്ങനെ അതിനെന്താ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ അന്ന് കാണും. അപ്പം ഞാൻ എന്നാലും അവരെ ഒന്ന് സന്തോഷപ്പെടുത്താൻ ഞാൻ പറയും അതിനെന്താ ഞാൻ എന്തായാലും ചെയ്തു തരാമല്ലോ. അപ്പൊ കുറേയൊക്കെ ഇങ്ങനത്തെയൊക്കെ കാര്യം കണ്ടപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളിലൊക്കെ നീ നോ പറയാൻ പഠിക്കണമെന്ന്. പക്ഷെ അവരുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മളുടെ കുറേ ടൈം കളഞ്ഞ് ചിലപ്പോൾ അവർക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. എന്നാലും നമ്മളുടെ കുറേ സമയം കളഞ്ഞ് അവളെന്നല്ല അവരെ ഇത്തിരി സന്തോഷപ്പെടുത്താൻ നമ്മൾ ആ ഒരു ഇത് ചെയ്യുന്നതാണ്. നമ്മളപ്പോൾ കുറേ സമയം പോകും.
അപ്പം അങ്ങനെയൊക്കെ കുറേ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ അപ്പോഴേ എൻ്റെ അടുത്ത് എപ്പോഴും പറയും. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അപ്പോഴൊക്കെ ഞാൻ റിയലൈസ് ചെയ്തു ഞാൻ ഇനിയെങ്കിലും ഞാൻ നോ പഠിക്കണമെന്ന്. പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ്. എന്നെ കൂടെ പറ്റില്ലെങ്കിൽ ഞാൻ അപ്പോഴും എന്നെ പറ്റില്ലെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ അത് നമുക്ക് പിന്നെ ഭയങ്കര ഒരു ലോഡാവും. അത് ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും അത്. പിന്നെ അത് ഒരു നല്ല ഒരു കാര്യമാണ്. പിന്നെ ഐ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുന്നത് ആ അമ്മയായാലും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഐ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുക എന്ന് വെച്ചാൽ അത് നമ്മളടുത്ത് സംസാരിക്കുന്ന ആ ആൾക്ക് പോലും തോന്നും ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ അതൊരു നല്ല ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ലാംഗ്വേജ് എന്നല്ല, നമ്മൾ ഐ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുന്ന ബോഡി ലാംഗ്വേജ് അല്ല, സോറി. അപ്പം അത് അമ്മയും അത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഓഫ് കോഴ്സ് നിങ്ങളും കേട്ടിട്ടുണ്ടാവും, എപ്പോഴും കണ്ണിലോട്ട് തന്നെ നോക്കി നമ്മൾ സംസാരിക്കുന്നു. അപ്പം അങ്ങനത്തേക്ക് കുറേ കാര്യങ്ങൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ കുറേ നാൾ കഴിഞ്ഞ് ഇത്തിരി ഒരു വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഒരു വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ടാറ്റാ, ബൈ ബൈ.